കുട്ടികളുടെ ശരീരഭാരവും അസ്ഥിബലവും വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ഫുഡുകൾ സഹായിക്കും? ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ ശരീരഭാരവും അസ്ഥിബലവും വർദ്ധിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യമായ കാൽഷ്യം അടങ്ങിയ 3 മികച്ച നാടൻ ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. പല അമ്മമാരും വിചാരിക്കുന്നത് കുട്ടികൾക്ക് വണ്ണം വയ്ക്കാൻ കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും മാത്രം മതി എന്നാണ്. മെഡിക്കൽ പരമായി നോക്കിയാൽ കുട്ടികളുടെ ശരീരത്തിന് നല്ല ഭാരം വരണമെങ്കിൽ അവരുടെ എല്ലുകൾക്ക് നല്ല ഉള്ളവും ബലവും ഉണ്ടാകണം. കുട്ടികൾ എഴുന്നേറ്റു നിൽക്കാനും നടക്കാനും പല്ലുകൾ വരാനും ഒക്കെ വൈകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെന്നാണ്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഈ കുറവ് പരിഹരിക്കാൻ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നൽകാൻ പറ്റിയ 3 സൂപ്പർ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഭക്ഷണം വെയ്റ്റ് ഗെയിൻ റാഗി പാല് കുറുക്കാണ്. നാടൻ ഭക്ഷണങ്ങളിൽ കാൽഷ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി അഥവാ പഞ്ഞപ്പുല്ല്. ഉണ്ടാക്കേണ്ട രീതി പറയാം. റാഗി നന്നായി കഴുകി 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇതൊരു മിക്സിയിൽ നന്നായി അരച്ച് ഒരു നേർത്ത തുണിയിലൂടെ അരിച്ചെടുത്ത് അതിൻ്റെ പാൽ മാത്രം മാറ്റി വയ്ക്കുക. ഒരു പാത്രത്തിൽ ഈ റാഗി പാലും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചെറിയ തീയിൽ കട്ട കുറുക്കിയെടുക്കുക. വെന്തു വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ നാടൻ നെയ്യ് കൂടി ചേർത്ത് നൽകാം. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മധുരത്തിന് കൽക്കണ്ടമോ ശർക്കരയോ ചേർക്കാം. റാഗിയിൽ പാലിലുള്ളതിനേക്കാൾ 3 ഇരട്ടി കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ എല്ലുകൾക്കും പല്ലുകൾക്കും നല്ല ബലം നൽകുകയും ആരോഗ്യകരമായി തൂക്കം കൂടാൻ സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഭക്ഷണം കാൽഷ്യം റിച്ച് ഹോംമെയ്ഡ് പനീർ റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഉച്ചയ്ക്കോ വൈകുന്നേരമോ നൽകാൻ പറ്റിയ മികച്ചൊരു ഡയറി പ്രോഡക്റ്റാണ് പനീർ. ഉണ്ടാക്കേണ്ട രീതി പറയാം. പശുവിൻ പാൽ നന്നായി തിളപ്പിച്ച് അതിലേക്ക് അല്പം നാരങ്ങാനീരൊഴിച്ച് പാൽ പിരിച്ചെടുക്കുക. ഇത് അരിച്ചെടുത്ത് വീട്ടിൽ തന്നെ ഫ്രഷ് പനീർ തയ്യാറാക്കാം. ഒരു പാനിൽ അല്പം നെയ്യൊഴിച്ച് ഈ പനീർ നന്നായി ഉടച്ചതും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇത് കുട്ടികൾക്ക് കൈവിരലുകൾ കൊണ്ട് എടുത്തു കഴിക്കാൻ നൽകാം. പനീറിൻ്റെ കാൽഷ്യവും ഉയർന്ന അളവിൽ പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് കുട്ടികളുടെ പേശികൾക്ക് നല്ല ഉറപ്പും ശരീരത്തിന് നല്ല പുഷ്ടിയും നൽകും. മൂന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് വെയ്റ്റ് ഗെയിൻ എള്ളുണ്ടയാണ്. പല അമ്മമാരും കാണാതെ പോകുന്ന എന്നാൽ കാൽഷ്യത്തിൻ്റെ വലിയൊരു കലവറയാണ് എള്ള്. ഉണ്ടാക്കേണ്ട രീതി പറയാം. കറുത്ത എള്ളോ വെളുത്ത എള്ളോ നന്നായി കഴുകി വറുത്തെടുക്കുക. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് അല്പ ശർക്കര ചേർത്ത് ചെറിയ ഉണ്ടകളാക്കി വൈകുന്നേരങ്ങളിൽ ലഘു ഭക്ഷണമായി നൽകാം. ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എള്ള് നന്നായി വറുത്തു പൊടിച്ച് അവർക്ക് കൊടുക്കുന്ന കുറുക്കുകളിലോ ഏത്തപ്പഴം ഉടച്ചതിലോ 1 സ്പൂൺ ചേർത്ത് നൽകാം. എള്ളിൽ അടങ്ങിയിരിക്കുന്ന സിങ്കും കാൽഷ്യവും കുട്ടികളുടെ അസ്ഥികളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കാൻ വളരെ വേഗത്തിൽ സഹായിക്കും. നമ്മൾ എത്രയൊക്കെ കാൽഷ്യം നിറഞ്ഞ ഭക്ഷണം കൊടുത്താലും ശരീരത്തിൽ വിറ്റമിൻ ഡി ഇല്ലെങ്കിൽ അത് എല്ലുകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടില്ല. അതുകൊണ്ട് കുട്ടികളെ ദിവസവും രാവിലെ കുറച്ചു നേരം വെയിൽ കൊള്ളിക്കുക. അടുത്തതായി ഇലക്കറികൾ ഉൾപ്പെടുത്തുക. അതായത് ചീര, മുരിങ്ങയില എന്നിവയിൽ കാൽഷ്യവും അയണും ധാരാളമുണ്ട്. ഇത് സൂപ്പായോ ചോറിലോ കുഴച്ച് ആഴ്ചയിൽ 2 ദിവസം കുട്ടികൾക്ക് നൽകാം. അതുപോലെ തന്നെ അമിതമായ ചായയും കാപ്പിയും ഒഴിവാക്കുക. കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ ചായയോ കാപ്പിയോ നൽകരുത്. അതിലെ കെഫീൻ ശരീരത്തിൽ കാൽഷ്യം പിടിക്കുന്നത് തടയും. അതുപോലെ തന്നെ പല്ല് വരുന്ന സമയത്ത് കുട്ടികൾക്ക് മോണച്ചൊറിച്ചിലുണ്ടാകാം. ഈ സമയത്ത് കാൽഷ്യം ആഹാരങ്ങൾ കൂട്ടുന്നത് പല്ലുകൾ എളുപ്പത്തിൽ വളരാൻ സഹായിക്കും. കടകളിൽ നിന്ന് വാങ്ങുന്ന മധുരവും കളറും ചേർത്ത തൈരുകൾക്ക് പകരം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പുളിപ്പില്ലാത്ത കട്ടത്തൈര് കുട്ടികൾക്ക് നൽകാം. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പാല് കൊടുക്കാം. എന്നാൽ ദിവസവും 2 ഗ്ലാസ്സിൽ കൂടുതൽ പാൽ നൽകരുത്. ഒരുപാട് പാല് കുടിച്ചാൽ കുട്ടികൾക്ക് മറ്റ് കട്ടി ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാതെ വരികയും വിളർച്ച വരികയും ചെയ്യും. അതുപോലെ തന്നെ ബദാം, അണ്ടിപ്പരിപ്പ് എന്നിവയിൽ കാൽഷ്യവും ഹെൽത്തി ഫാറ്റ്സും ഉണ്ട്. ഇത് പൊടിച്ചു കുറുക്കുകൾ ചേർക്കുന്നത് ഇരട്ടി ഫലം നൽകും. അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ കുട്ടികൾക്ക് കൃത്രിമ കാൽഷ്യ സിറപ്പുകൾ വാങ്ങി നൽകരുത്. അമിതമായാൽ അത് ദഹനക്കേടിന് കാരണമാകും. കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ മാത്രമേ അവരുടെ എല്ലുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും നമ്മൾ കൊടുക്കുന്ന എല്ലുകളിലേക്ക് പിടിക്കുകയും ചെയ്യൂ. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകൾ പൂർണ്ണമായി ഒഴിവാക്കുക. കുട്ടികൾക്ക് ഒരു കാരണവശാലും സോഡയോ മറ്റ് കൃത്രിമ പാനീയങ്ങളോ നൽകരുത്. ഇത് എല്ലുകളിലുള്ള കാൽഷ്യത്തെ അലിയിപ്പിച്ചു കളയും. അടുത്തതായി പറയുന്നത് കാൽഷ്യം ആഗിരണം തടയുന്ന
ഫൈറ്റേറ്റുകളും പരിഹാര മാർഗങ്ങളുമാണ്. പല അമ്മമാരും കുട്ടികൾക്ക് ധാന്യങ്ങളും പരിപ്പുവർഗ്ഗങ്ങളും കൊടുക്കാറുണ്ട്. എന്നാൽ ഇവയിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈറ്റിക് ആസിഡ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലെ കാൽഷ്യവുമായി ചേർന്ന് അതിനെ ശരീരം ആഗിരണം ചെയ്യുന്നത് തടയും. ഇതിനുള്ള പരിഹാരം എന്തെന്നാൽ കുട്ടികൾക്ക് പരിപ്പോ ധാന്യങ്ങളോ കൊടുക്കുന്നതിന് മുൻപ് കുറഞ്ഞത് 8 മുതൽ 12 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫൈറ്റേറ്റുകൾ നശിക്കുകയും ഭക്ഷണത്തിലെ കാൽഷ്യം പൂർണ്ണമായി കുട്ടികളുടെ എല്ലുകളിലേക്ക് പിടിക്കുകയും ചെയ്യും. മഗ്നീഷ്യം ഇല്ലാതെ കാൽഷ്യം ഇല്ല. എല്ലുകളുടെ വളർച്ചയ്ക്ക് കാൽഷ്യം മാത്രം പോരാ, മഗ്നീഷ്യവും അത്യാവശ്യമാണ്. മഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യത്തെ എല്ലുകളിലേക്ക് കൃത്യമായി എത്തിക്കാൻ ശരീരത്തിന് സാധിക്കൂ. ഇതിനായി കുട്ടികളുടെ ഭക്ഷണത്തിൽ ഏത്തപ്പഴം, അവോക്കാഡോ, മത്തങ്ങാക്കുരു പൊട്ടിച്ചത് എന്നിവ ഉൾപ്പെടുത്തണം. കാൽഷ്യവും മഗ്നീഷ്യവും അടങ്ങിയ ഭക്ഷണം ഒന്നിച്ചു നൽകുമ്പോൾ എല്ലുകളുടെ സാന്ദ്രത ഇരട്ടിയാകും. അതുപോലെ തന്നെ രാവിലത്തെ കടും വെയിൽ കാൽഷ്യത്തെ നശിപ്പിക്കും. വിറ്റമിൻ ഡി ഉണ്ടെങ്കിലേ കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ പിടിക്കൂ എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ പല അമ്മമാരും കുട്ടികളെ രാവിലെ 11 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ഇടയിലുള്ള കടും വെയിലത്താണ് നിർത്താറുള്ളത്. ഇത് കുട്ടികളുടെ ചർമ്മത്തിന് ദോഷം ചെയ്യും. വിറ്റമിൻ ഡി ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ 7 മണി മുതൽ 8:30 വരെയുള്ള ഇളം വെയിലാണ്. ഈ സമയത്ത് കുറഞ്ഞത് 15 മിനിറ്റ് കുട്ടികളെ വെയിൽ കൊള്ളിച്ചാൽ ശരീരത്തിന് സ്വാഭാവികമായി വിറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ ഉപ്പിൻ്റെ അമിതമായ ഉപയോഗവും കാൽഷ്യം നഷ്ടപ്പെടും. അതായത് 1 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉപ്പ് ചേർക്കാറുണ്ട്. എന്നാൽ പാക്കറ്റ് ഫുഡ്, ചിപ്സ്, സോസുകൾ എന്നിവയിലൂടെ അമിതമായ ഉപ്പ് ഉള്ളിൽ ചെന്നാൽ ഇത് കുഞ്ഞിൻ്റെ മൂത്രത്തിലൂടെ കാൽഷ്യം ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ കാരണമാകും. അതുകൊണ്ട് കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് എപ്പോഴും പരിമിതപ്പെടുത്തുക, അല്ലെങ്കിൽ എല്ലുകൾ ബലമില്ലാതായി മാറും. ബദാമിൽ ധാരാളം കാൽഷ്യമുണ്ട്. എന്നാൽ പലരും ബദാം തൊലിയോടെയാണ് പൊടിച്ച് കുട്ടികൾക്ക് നൽകുന്നത്. ബദാമിൻ്റെ തൊലിയിൽ ടാനിൻ എന്ന ഘടകമുണ്ട്. ഇത് കാൽഷ്യം ദഹിക്കുന്നത് തടയുന്ന ഒന്നാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ബദാം കൊടുക്കുമ്പോൾ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ അതിൻ്റെ തൊലി പൂർണ്ണമായും കളഞ്ഞ ശേഷം മാത്രം അരച്ചോ പൊടിച്ചോ കുറുക്കുകളിൽ ചേർത്ത് നൽകാം. ഓട്സ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇക്കാലത്ത് കുട്ടികൾക്ക് സ്ഥിരമായി ഓട്സ് കുറുക്ക് നൽകുന്ന അമ്മമാരുണ്ട്. ഓട്സ് നല്ലതാണെങ്കിലും അതിൽ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ അമിതമായാൽ കാൽഷ്യം ശരീരത്തിൽ പിടിക്കുന്നത് പതുക്കെയാകും. അതുകൊണ്ട് ഓട്സ് കൊടുക്കുമ്പോൾ ഇതിലേക്ക് അല്പം റാഗിപ്പാലോ ഈന്തപ്പഴം പേസ്റ്റോ അല്ലെങ്കിൽ നല്ല കട്ടിത്തൈരോ ചേർത്ത് നൽകാൻ ശ്രദ്ധിക്കുക. അടുത്തതായി റാഗി മുളപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഗുണത്തെപ്പറ്റി പറയാം. സാധാരണ റാഗിപ്പൊടി കൊടുക്കുന്നതിനേക്കാൾ 5 ഇരട്ടി ഗുണമാണ് റാഗി മുളപ്പിച്ച് ഉണക്കി പൊടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. റാഗി മുളയ്ക്കുമ്പോൾ അതിലെ കാൽഷ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും കുഞ്ഞിൻ്റെ കുടലിന് അത് എളുപ്പത്തിൽ ദഹിക്കാൻ പാകത്തിലാവുകയും ചെയ്യും. ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് കവിളും വണ്ണവും വയ്ക്കാൻ സഹായിക്കും. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പാല് നൽകുമ്പോൾ ചില അമ്മമാർ വണ്ണം കൂടാതിരിക്കാൻ ടോണ്ട് മിൽക്ക് അഥവാ ഫാറ്റ് കുറഞ്ഞ മിൽക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇത് വലിയൊരു തെറ്റാണ്. പാലിലെ കൊഴുപ്പിലാണ് വിറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത്. ഈ കൊഴുപ്പ് മാറ്റിയ പാൽ കുടിച്ചാൽ കുഞ്ഞിന് കാൽഷ്യം ലഭിക്കില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും നല്ല നാടൻ പശുവിൻ പാൽ അല്ലെങ്കിൽ ഹോൾ മിൽക്ക് തന്നെ നൽകണം. മോണയിലെ അണുബാധ, അതായത് പല്ല് മുളയ്ക്കുന്ന സമയത്ത് കുട്ടികൾ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് വായിലിടും. ഇത് മോണയിൽ ഇൻഫെക്ഷൻ വരാൻ കാരണമാകും. ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം ഉണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂടുകയും പല്ലുകൾ യാതൊരു വേദനയും പഴുപ്പും കൂടാതെ എളുപ്പത്തിൽ പുറത്തു വരാൻ സഹായിക്കുകയും ചെയ്യും. പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ അലർജി വരുന്ന കുട്ടികൾക്ക് കാൽഷ്യം ലഭിക്കാൻ ഏറ്റവും മികച്ച ഒന്നാണ് സോയാബീൻ അല്ലെങ്കിൽ സോയാ മിൽക്ക്. അപ്പോൾ അമ്മമാരെ, കുട്ടികൾക്ക് നല്ല ഉറപ്പുള്ള ശരീരവും പ്രായത്തിനനുസരിച്ചുള്ള തൂക്കവും ഉണ്ടാകാൻ കാൽഷ്യം എത്രത്തോളം പ്രധാനമാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. വെറും വണ്ണം മാത്രമല്ല, ഭാവിയിൽ അവർക്ക് നല്ല അസ്ഥിബലവും ഉണ്ടാകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനായി ഇന്ന് നമ്മൾ പറഞ്ഞ റാഗി, പനീർ, എള്ള് എന്നിവ കൃത്യമായി അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.